Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 +2 വിദ്യാർത്ഥികളെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. അധ്യാപകൻ ലിജോ ജോണിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ 5-ാം തീയതി ടൂർ പോയിരുന്നു. ടൂറിനിടയിൽ ഡാൻസ് ചെയ്തപ്പോൾ അധ്യാപകൻ ലിജോ ജോൺ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇതിനെ ചൊല്ലി അന്ന് വാക്കേറ്റമുണ്ടായി. പിന്നീട് സ്കൂൾ അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. ടൂർ കഴിഞ്ഞെത്തിയ ശേഷം 9-ാം തീയതി വിദ്യാർത്ഥികളെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ലിജോ ജോൺ പഴയങ്ങാടിയിലേക്ക് ഇവരെ വിളിപ്പിച്ചതായും പഴയങ്ങാടിയിൽ എത്തിയ വിദ്യാർത്ഥികളെ ലിജോ ജോണും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചതുമായാണ് വിദ്യാർത്ഥികളുടെ പരാതി. സ്കൂളിൽ ടൂർ പോയി. ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഒരു DJ പാട്ട് നടത്തി സ്കൂളിൽ നിന്ന്. അപ്പോൾ ഒരു കുട്ടിക്ക് അതിൽ പ്രശ്നം വന്ന് മാഷ് എന്തോ ആക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോദിക്കാൻ പോയി മാഷിനോട്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ സംഘർഷം ഉണ്ടായി. മാഷിൻ്റെ കോളർ പിടിക്കാൻ പോയി, പക്ഷേ തൊട്ടില്ല. മാഷിൻ്റെ കോളർ തൊട്ടിട്ടു കോളർ പിടിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ മൊത്തീർപ്പാകാൻ വേണ്ടിയിട്ട് ഫുള്ള് മാഷിനോടുള്ള സോറി പറഞ്ഞ് കാല് വരെ പിടിച്ചു മാഷിൻ്റെ. അങ്ങനെ ആക്കി എല്ലാം സോൾവ് ആയിട്ട് നമ്മൾ നാട്ടിലേക്ക് നാട്ടിലെത്തിയിട്ട് മാഷ് പറഞ്ഞ് ഇതൊന്ന് നോക്കി ആ കേസ് എന്തായാലും കൊടുക്കും, മാഷ് നാളെ മാടയായിട്ടാണ് അറിയാം, പഴയങ്ങാടിയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പഴയങ്ങാടിയിലേക്ക് പോയി. ഇപ്പം മാഷ് പറഞ്ഞ് കുറച്ചങ്ങാട് എടുക്കാൻ വരുന്നുണ്ട്, നമ്മൾ കുറച്ചങ്ങാട് അധികം ഉണ്ട്. കുറച്ച് മുമ്പോട്ട് നടന്നേരം മാഷ് വന്നാണ്. ഒരു സുഹൃത്തുണ്ടായി ബാങ്കിൽ. അപ്പം 3 പീസ് പോകാൻ കഴിഞ്ഞു. നമ്മൾ 2 ആളെ നിർത്തിയിട്ട് ഇങ്ങനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി. ഫസ്റ്റ് ഇങ്ങനെ മാത്രം കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ വിളിച്ചു, എന്താ മാഷ വരാത്ത, അങ്ങനെ എന്താക്കി ചോദിച്ചു. പറഞ്ഞു ഇല്ലടെ വീടിൻ്റെ ഇങ്ങോട്ട് ഞാൻ വണ്ടി അയക്കാറിട്ട് രണ്ടാമത് സുഹൃത്ത് ഒറ്റ വണ്ടിയിൽ വന്ന് നമ്മൾ 2 ആളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവനാടെ ചെറിയ കാര്യങ്ങൾ നമുക്ക് തീർന്നു. നമുക്ക് മനസ്സിലായി ഇതാകാൻ തുടങ്ങി. പിന്നെ ആളെ പറയുന്നില്ല, അടിക്കും. നല്ല അടി അടിച്ച് നമ്മളെ മട്ടൽ കഷ്ണം ഉണ്ടായി. മട്ടൽ കഷ്ണം പിന്നെ മുളവടി പോലത്തെ വലിയ വടി, മരത്തിൻ്റെ ഒരു വടിയല്ലേ നല്ല, പിന്നെ ഇരുമ്പിൻ്റെ ഉണ്ടായെന്ന് തോന്നുന്നറിയില്ല, അതിനെ കൊണ്ട് അടിച്ച്. ഒന്നും തിരിയുന്നില്ല, ഇരുട്ടാണ്ടേ നല്ല അടി അടിച്ച്. പക്ഷെ നമുക്ക് മുഖം കറക്റ്റ് അറിയാം, 4 ആളെ മുഖം കറക്റ്റാൻ വേണ്ടി. 4 ആള് മാസം കൂട്ടി 4 ആള്. ലാസ്റ്റ് ഒരാൾ വന്നിന്, അയാളെ കുറച്ച് തീർത്ത് വിട്ടോ പറഞ്ഞു. നല്ല അടി അടിച്ച്. മരക്കഷണം ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. വീട്ടിൽ പറഞ്ഞാൽ വീണ്ടും മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. പഴയങ്ങാടി പോലീസ് ലിജോ ജോണിനും സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. വഴിമുടക്കി റോഡ് റോളർ. 96 വയസ്സുള്ള അമ്മയെ ആശുപത്രിയിലെത്തിക്കാനാവാതെ കുടുംബം ദുരിതത്തിൽ. അനധികൃതമായ ഈ പാർക്കിംഗ് കാരണം പുറത്തിറങ്ങാൻ പോലും പ്രയാസപ്പെടുകയാണ് വീട്ടുകാർ. ഇത് അന്നൂർ കണ്ടക്കോരൻമുക്കിലെ രമണി അമ്മയും കാർത്തിയാനി അമ്മയും താമസിക്കുന്ന വീടാണ്. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ 10-15 ദിവസത്തിലധികമായി കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള ഒരു റോഡ് റോളർ കൊണ്ടിട്ടിട്ട് ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോകാനോ അതുപോലെ വയസ്സായ അമ്മയുടെ ആവശ്യാർത്ഥം ഹോസ്പിറ്റലിൽ പോകാൻ ഒരു വണ്ടി സൗകര്യം വീട്ടിനകത്തേക്ക് വരാനോ ഉള്ള അവസരമില്ല. ഇതാണ് ഇവരുടെ പരാതി. വീടിന് മുന്നിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്ത റോഡ് റോളർ കാരണം 96 വയസ്സുള്ള വയോധികയെ ആശുപത്രിയിലെത്തിക്കാൻ സാധിക്കാതെ കുടുംബം നട്ടം തിരിയുന്നു. പയ്യന്നൂർ അന്നൂർ കണ്ടക്കോരൻമുക്കിലെ രമണിയമ്മയുടെ വീടിന് മുന്നിലാണ് 15 ദിവസത്തോളമായി റോഡ് റോളർ വഴിമുടക്കി കിടക്കുന്നത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ അനാസ്ഥ. 96 വയസ്സുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരമ്മയുള്ള വീടാണിത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒരു വാഹനം വീടിന്റെ മുറ്റത്തേക്ക് എത്തിക്കാനോ സാധിക്കാത്ത വിധത്തിലാണ് ഈ റോഡ് റോളർ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഞാനും വയസ്സായ അമ്മയാണ് ഇവിടെ താമസം, വേറെ ആരുമില്ല. അപ്പോൾ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് ആസ്പത്രിയിലെല്ലാം കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇവർ ഈ വണ്ടി ഇവിടെ കൊണ്ടുവെക്കുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല.
ഞാൻ പുറത്ത് പോയടുത്താണ് കൊണ്ടുവച്ചത്. പിന്നെ അമ്മേനെ കൊണ്ടുപോകും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി ആസ്പത്രി കൊണ്ടുപോകാൻ. ഇത് എടുക്കാൻ വരുന്നതിൽ 10-15 ദിവസം ഇവിടെ കൊണ്ടുവച്ചിട്ട് വണ്ടി എടുക്കാൻ ആളെയും കാണുന്നത് ആരാ വെച്ചിന് നമുക്കറിയില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ദുരിതം തുടങ്ങിയിട്ട്. അനധികൃതമായ ഈ പാർക്കിംഗ് കാരണം വീട്ടുകാർ പുറത്തിറങ്ങാൻ പോലും പ്രയാസപ്പെടുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇനിയെങ്കിലും ബോധോദയം ഉണ്ടാകണമെന്നും മാനുഷിക പരിഗണന നൽകി എത്രയും വേഗം ഈ റോഡ് റോളർ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നുമാണ് രമണിയമ്മയും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും LDF വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം കരിവെള്ളൂരിൽ നടന്നു. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും LDF വിജയിച്ചതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച് കരിവെള്ളൂരിൽ പ്രകടനം നടന്നു. രക്തസാക്ഷി നഗറിൽ നിന്നാരംഭിച്ച പ്രകടനം ഓണക്കുന്നിൽ സമാപിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CPM നേതാവായിരുന്ന P. രവീന്ദ്രൻ അനുസ്മരണ പൊതുയോഗം മാത്തിലിൽ നടന്നു. CPM പെരിങ്ങോം ഏരിയ സെക്രട്ടറി V. ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. CPIM നേതാവായിരുന്ന P. രവീന്ദ്രൻ അനുസ്മരണ പൊതുയോഗം മാത്തലിൽ നടന്നു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി V. ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ജയിച്ച മെമ്പർമാർക്കുള്ള സ്വീകരണവും എന്നുള്ള നിലയിലാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇന്നലെ ഒരു വലിയ പരിപാടി ഇതുപോലെ സഖാവ് K. രാജന്റെ അനുസ്മരണവും മെമ്പർമാർക്കുള്ള സ്വീകരണവും എന്നുള്ള നിലക്ക് അഡ്വക്കേറ്റ് P. P. സിദിൻ അധ്യക്ഷത വഹിച്ചു. K. P. കണ്ണൻ, V. V. ഭാസ്കരൻ, M. V. സുനിൽകുമാർ, P. V. വത്സല, M. D. അഗസ്റ്റിൻ, P. ബാലൻ, P. ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കുള്ള സ്വീകരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന കേരള സപെത്രാകോട്ട് ടീമുകൾ ഡിസംബർ 16-ന് കളത്തിലിറങ്ങും. തൃക്കരിപ്പൂർ ഫൈക്ക അക്കാദമിയിൽ പരിശീലിച്ച ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾക്ക് ചൊവ്വാഴ്ച രാവിലെയാണ് ആദ്യ മത്സരം. 69ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ 19 വയസ്സിൽ താഴെയുള്ളവരുടെ സെബക്താക്രോ മത്സരത്തിൽ പങ്കെടുത്ത കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ പുറപ്പെട്ടു. ഒരാഴ്ച നീണ്ട പരിശീലന ക്യാമ്പിൽ നിന്നാണ് ടീം തിരഞ്ഞെടുപ്പ് നടന്നത്. ആൺകുട്ടികളുടെ ടീമിനെ പാലക്കാട് ജില്ലയിലെ G. അനുഭവ നയിക്കും. VB ലെനോ, ഡാൽവിൻ ദേവസിക്കുട്ടി, S. ആര്യൻ, K. അക്ഷജ് എന്നിവരാണ് ടീം അംഗങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ KV ബാബുവാണ് പരിശീലകൻ. കോട്ടയത്തെ VK ഷിബുവാണ് മാനേജർ. തൃശൂർ ജില്ലയിലെ ഐശ്വര്യ ജോയിയാണ് പെൺകുട്ടികളുടെ ടീമിനെ നയിക്കുക. അന്ന മരിയ ബാബു, ആഷ്ന A. സന്തോഷ്, S. പുണ്യ, K. ശിവാനന്ദ തമ്പാൻ എന്നിവരാണ് അംഗങ്ങൾ. എറണാകുളം ഒക്കലിലെ MS പ്രീതയാണ് പരിശീലക. കോഴിക്കോട് പെരുമണ്ണയിലെ R. സുനിതയാണ് മാനേജർ. ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ ഫൈക്ക അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം അബ്ദുള്ള ക്രിസ്തുമസ് ന്യൂ ഇയർ കേക്ക് മുറിച്ചു. സെബക്താക്രോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ, KV ബാബു, MS പ്രീത്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം മധുസൂദനൻ, MDP ബഷീർ, T. അമീർ, MKP ഇർഷാദ് എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് കേരള ടീമുകളുടെ ആദ്യ മത്സരം. ദേശീയ സ്കൂൾ ഗെയിംസ് ഡിസംബർ 22-ന് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാം ജില്ലാ സമ്മേളനം കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. T. മധുസൂദനൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാമത് ജില്ലാ സമ്മേളനം പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ MLA T. മധുസൂദനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു മേഖലയെ സംഘടിത സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമങ്ങളുടെ വിജയമായി ലെൻസ്ഫെഡ് രൂപീകരിക്കുന്നു. അതിനു മുൻപ് ആർക്കും കെട്ടിടത്തിൻ്റെ രൂപമൊക്കെ വരച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇന്നത്തേതുപോലെയുള്ള സാങ്കേതികമായ പ്രയാസങ്ങൾ അന്നില്ല. ഒരു വിലയിൽ തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് പ്ലാൻ വരെയും പ്ലാൻ സമർപ്പണവും മുൻകാലങ്ങളിൽ നടന്നിരുന്നത്. ഇപ്പോൾ കുറച്ചാണെങ്കിലും മുൻകാലത്ത് കുറ്റിയടിക്കുന്നവർ വരക്കുന്നൊരു വിലക്കനുസരിച്ചിട്ടാണ് കെട്ടിടം രൂപപ്പെട്ടു വന്നിരുന്നത്.
ജില്ലാ പ്രസിഡന്റ് പ്രസീജുകുമാർ KV അധ്യക്ഷത വഹിച്ചു. എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ കൺസൾട്ടന്റ് ബാംഗ്ലൂർ ഡോക്ടർ TP സേതുമാധവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ജിതിൻ രാധാകൃഷ്ണൻ, സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ T, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ EP ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മധുസൂദനൻ ഉൾപ്പെടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭാരത് ലജ്ന മൾട്ടി സ്ട്രീറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി പയ്യന്നൂർ ബ്രാഞ്ചിന്റെ 6ാം വാർഷികാഘോഷം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ D അനുറാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പയ്യന്നൂർ ബ്രാഞ്ചിന്റെ 6ാം വാർഷികാഘോഷം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ D അനുറാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. BLM സൊസൈറ്റി സമൂഹത്തിൽ എല്ലാവർക്കും തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് പടിപടിയായി വളർച്ച പ്രാപിച്ചതാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. BLM ചെയർമാൻ R പ്രേംകുമാറിന്റെ സ്നേഹപൂർണവും നന്ദിപൂർവവുമായ സമീപനമാണ് BLMന്റെ വളർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ചടങ്ങിൽ DGM ജ്യോതിപ്രകാശ്, ഡെപ്യൂട്ടി PRO മോഹനൻ എടത്തനാട്ടുകര, സോണൽ ഹെഡ് PB സുർജിത്ത്, റീജിയണൽ ഹെഡ് OV ആഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സീനിയർ കോർഡിനേറ്റർ ബാലകൃഷ്ണൻ KPV അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് കോർഡിനേറ്റർ M ഷംനാഥ് സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം ചെയർമാൻ MV ഉണ്ണികൃഷ്ണൻ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും LDF വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം മാത്തിലിൽ നടന്നു. പ്രകടനത്തിൽ നിരവധി പേർ പങ്കാളികളായി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും LDF വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച മാത്തിലിൽ പ്രകടനം നടന്നു. വടശ്ശേരി മുക്കിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി മാത്തിൽ സെൻട്രലിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഡിസംബർ 15 അന്തർദേശീയ ചായ ദിനം. ദിവസവും 2 നേരം ഒരു ചായയോ കട്ടനോ കഴിക്കാത്തവർ വിരളം. അത്രയ്ക്ക് വലുതാണ് ചായയ്ക്ക് നമുക്കിടയിലുള്ള സ്ഥാനം. കാണാം ചായപ്രേമികളുടെ ഈ ദിനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. ചൂടുള്ള ചായ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടാത്തവർ നമുക്കിടയിൽ കുറയും. ചായയ്ക്ക് അത്രയേറെ സ്വാധീനമുണ്ട് നമുക്കിടയിൽ. ചായയിലാണ് പലരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. ഒരു ദിവസം 6ഓളം ഗ്ലാസ് ചായ കുടിക്കുമെന്ന് ഓണക്കുന്നിലെ ജനാർദ്ദനൻ പറയുന്നു. നമ്മൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് അമ്മ ചായ ടീപ്പോയിന് മുകളിൽ ചായ വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുക. ചായ മെയിൻ. ഉറങ്ങി എണിച്ചോട് ചായ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളൂ. ചായ ആവുന്നവരേ കിടക്കും. അതാണ് ശീലം. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചായ ഒരു 3-4 പ്രാവശ്യം കഴിക്കും. രാവിലെ എണിച്ചോട് ഒരു ചായ, അത് അമ്മ രാവിലെ കൊണ്ടുവന്നാലേ കിടന്നിടത്ത് എണീക്കുള്ളൂ. ചായപ്രേമികൾക്ക് വേണ്ടി മാത്രമല്ല ചായ ദിനം ആഘോഷിക്കുന്നത്. തേയില കച്ചവടം കർഷകരിലും തൊഴിലാളികളിലും ചെലുത്തുന്ന ആഘാതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം പ്രധാനമായും ശ്രമിക്കുന്നത്. ചായയുടെ ഉത്ഭവം ചൈനയിൽ നിന്നാണ്. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ചായ എത്തുന്നതുവരെ ഇത് ഔഷധ ആവശ്യങ്ങൾക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഡിസംബർ 15 ചായ ദിനമായി കൊണ്ടാടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. റോഡരികിൽ കാട് വളർന്ന് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നു. ചെമ്പലിക്കുണ്ട് വയലപ്ര റോഡരികിലെ കാട് വളർന്ന് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. ചെമ്പല്ലിക്കുണ്ട് വയലപ്ര റോഡരികിലാണ് കാട് വളർന്ന് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ കാട് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കാഴ്ചയാണ്. വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർ സൈഡിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഒരാൾ പൊക്കത്തിലാണ് കാടുള്ളത്. വയലപ്ര പാർക്കിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും നിരവധി പേർ വരുന്ന പ്രധാന റോഡരികിലാണ് വഴിയാത്ര ബുദ്ധിമുട്ടിച്ച് കാടുകൾ വളർന്നിരിക്കുന്നത്. ഇത് സൗകര്യമാക്കി കാട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരുമുണ്ട്.
നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. ചെറിയ വളവുള്ളതിനാൽ കാടുകൾ വളർന്ന് വാഹനങ്ങൾ വരുന്നത് കാണാനും ബുദ്ധിമുട്ടാണ്. അപകട സാധ്യത ഉള്ളതിനാൽ ബന്ധപ്പെട്ടവർ എത്രയും വേഗം തന്നെ കാടുകൾ വെട്ടിത്തെളിക്കണമെന്നാണ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിളയാങ്കോട് ശിവക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം ഡിസംബർ 16 മുതൽ 22 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിളയാങ്കോട് ശിവക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം ഡിസംബർ 16 മുതൽ 22 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 16 വൈകുന്നേരം ശുദ്ധിക്രിയകൾ ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ നടക്കും. 17 വൈകുന്നേരം 4:30 കലവറ നിറയ്ക്കൽ, രാത്രി 7 കൊടിയേറ്റം. ഉത്സവത്തോടനുബന്ധിച്ച് ആധ്യാത്മിക സാംസ്കാരിക പരിപാടികൾ നടക്കും. സമാപന ദിവസമായ 22 രാവിലെ ക്ഷേത്രകുളത്തിൽ ആറാട്ട് നടക്കും. തുടർന്ന് കൊടിയിറക്കൽ. ഉച്ചയ്ക്ക് 12 ആറാട്ട് സദ്യയുമുണ്ടാകും. സി മോഹനൻ, എം വി ശംഭു, എസ് സരോഷ്, എം സഹദേവൻ, രാകേഷ് രവീന്ദ്രൻ, എം വി പവിത്രൻ, കെ വി പത്മനാഭൻ, കെ കെ പത്മനാഭൻ നമ്പ്യാർ, ഇ പ്രകാശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ ആചാര്യനാണ് യജ്ഞാചാര്യൻ. ഭാഗവത മാഹാത്മ്യ പാരായണം, വിവിധ ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവ ഉണ്ടാകും. ആചാര്യന്റെ പ്രഭാഷണം കേൾക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. ഭാഗവത ശ്രീ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹ യജ്ഞം ആരംഭിക്കുന്ന ദിവസം മുതൽ സഹസ്രപാരായണത്തിനു ശേഷം സമൂഹ പ്രാർത്ഥന, ഗ്രന്ഥ നമസ്കാരം തുടങ്ങിയവ ഉണ്ടാകും. ബ്രഹ്മശ്രീ സദാനന്ദൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ തേവലപ്പുറം വാസുദേവൻ നമ്പൂതിരി എന്നിവരാണ് സഹചാരന്മാർ. സപ്താഹ യജ്ഞം 19 അവസാനിക്കും. സപ്താഹ യജ്ഞം 19 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.